പ്രശാന്ത്, ഇന്ത്യയിലേക്ക് ഒരു കൊടും ഭീകരൻ കടന്നു കയറിയല്ലോ. എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഇന്ത്യയിലേക്ക് കൊടും ഭീകരൻ കടന്നു കയറിയിട്ടൊന്നുമില്ല. തഹാവൂർ റാണ എന്ന് പറയുന്ന ആളിനെ ഇന്ത്യക്ക് കൈമാറാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ അപ്പീൽ തള്ളി, സുപ്രീം കോടതി അപ്പീൽ തള്ളിയിട്ടുണ്ട്. 2008 നമ്മുടെ ബോംബെ സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരകൻ ആയിരുന്നു അദ്ദേഹം. 166 പേർ മരിച്ചു. 166 പേർ മരിച്ചു. അതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ 20 വിദേശികൾ മരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അമേരിക്കയിൽ വേറെ ചില കേസുകളായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് അമേരിക്ക അവിടെ അവരുടെ ഭാഗമായിട്ട് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വട്ടം കണ്ട് കോവിഡ് സമയത്ത് കണ്ട് വെളിയിൽ വിട്ടു. അന്ന് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അമേരിക്കയിൽ നിന്നും അദ്ദേഹത്തെ ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് വേണമെന്ന് ഇന്ത്യ നയതന്ത്ര ഇത് വെച്ചിട്ട് പറയുകയും അമേരിക്ക പലവട്ടം നിഷേധിക്കുകയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ അമേരിക്ക കൊടുക്കാമെന്ന് പറയുമ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് അദ്ദേഹം കോടതിയെ സമീപിച്ചു. വിചാരണ കോടതി തൊട്ട് അങ്ങ് സുപ്രീം കോടതി വരെ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ അപ്പീൽ തള്ളുകയാണ്. അതായത് ഏറ്റവും അവസാനം ഇന്ന് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ കിട്ടിയ അല്ലെങ്കിൽ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളുന്ന ഒരവസ്ഥ. അതായത് അദ്ദേഹത്തിൻ്റെ അപ്പീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ വിചാരണയ്ക്കായി ഇന്ത്യയിലേക്ക് വിടുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്നാണ്. വിചാരണ ഇന്ത്യയിൽ നടത്തുന്നതിന് പുള്ളിക്ക് താല്പര്യമില്ല, ചൊല്ലിയുടെ ജീവന് ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ അതല്ല, ആ രാജ്യത്ത് കടന്നു കയറി ചെയ്തിട്ടുള്ള ആക്രമണം അത്രയും ഗൗരവത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവകാശമാണ്, അത് അവിടെ പോയി വിചാരണ ചെയ്തേ മതിയാവും. അതുകൊണ്ട് റാണയെ ഇന്ത്യയിലേക്ക് അധികം താമസിയാതെ കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടാവും. അപ്പം ഇതിനകത്ത് ഈ പറയുമ്പോൾ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. അതുവരെ ഈ പറയുന്ന ബോംബെ സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ടു പലരെയും അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനകത്ത് പലരും രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അതിനകത്തെ പല പ്രതികളും ഈ പറയുന്ന പാകിസ്ഥാൻ ഉണ്ടെന്ന് കണ്ട് നമുക്ക് സംശയമുള്ള പ്രതികളെ വിട്ടു തരണമെന്ന് നമ്മൾ നയതന്ത്ര രീതിയിൽ ഇടപെടുമ്പോഴും അവരാണ് പ്രതികളെന്ന് പലവട്ടം ഈ പറയുന്ന തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടും അവരെ വിട്ടുതരാൻ പറ്റത്തില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ പാകിസ്ഥാൻ പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ സ്ഥിരമായിട്ട് കാണുന്നത്, ഇന്ന പ്രതി ഈ ബോംബെ സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്നാളെ വിട്ടുകയാണ്. പാകിസ്ഥാൻ ഇത് കണ്ട പോലും നടിക്കത്തില്ല. അല്ലെങ്കിൽ ലോക നിലവാരത്തിലുള്ള ഒരു ഇടപെടിയിൽ ഇതിനകത്ത് പാകിസ്ഥാൻ ഇന്ന പ്രതി ഇരിപ്പുണ്ട്, അതിനകത്ത് ലോകക്രമം അനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ കാത്ത് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ നശിപ്പിക്കാനും ജനാധിപത്യ സംവിധാനങ്ങൾ നശിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ആളെ സഹായിക്കുന്നത് ഈ പാകിസ്ഥാനാണ്. അപ്പോൾ ഈ ഐക്യരാഷ്ട്ര സംഘടനയിലൊക്കെ ഉന്നയിക്കുമ്പോഴും, അല്ലെങ്കിൽ ലോക കോടതി എന്ന് പറയുന്ന കോടതി ഉണ്ടല്ലോ, ഇപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ ട്രംപ് എല്ലായിടത്തും ദൂരെ കളഞ്ഞു ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തി. എന്നാലും അതിനകത്തൊക്കെ ഇടപെടിയിൽ നടത്തിയണക്കെ, അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിലൊന്നും ഇടപെട്ടിട്ടില്ല. അപ്പം ഇന്ത്യ അതൊരു കാര്യം നടന്നു, അങ്ങ് പോയി, പ്രതികൾ ഇവിടുന്ന് പോയി, കിട്ടിയവരെ പിടിച്ചു, അല്ലെങ്കിൽ കൈകാര്യം ചെയ്തു. ഇതിനകത്ത് ഇന്ത്യക്ക് പോലും ആ ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറിയിട്ട് ആ രാജ്യത്തിനെ ലോകത്തിൻ്റെ നെറുകയിൽ ഒന്ന് ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ നാണക്കേടാണല്ലോ ഇതുപോലൊരു വലിയ രാജ്യത്തിനകത്ത് കടന്നു കയറി അക്രമം നടത്തുമോ, നമ്മുടെ പാർലമെൻറ്റ് അക്രമം നടത്തുമോ, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഇവിടെ വിശ്വസിച്ച് ഏറ്റവും നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള 20ഓളം വിദേശി ഉൾപ്പെടെ ഒരു 166 പേര് മരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗൗരവത്തിൽ ഇന്ത്യ എടുത്തിട്ടുമില്ല. അത് ഒരു പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നിടം വരെ ഇതിനൊരു ഗൗരവം കണ്ടിട്ടില്ല. റാണയെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ വേണ്ട ഇല്ല. അതേസമയം ഇതിനകത്ത് മോദി ഇടപെട്ടു. ഇപ്പം റാണയെ കിട്ടുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ വെച്ച് ഈ റാണയെ വിചാരണ ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഗൗരവത്തിൻ്റെ അർത്ഥത്തിൽ നമ്മുടെ കോടതി വിധിക്കുന്ന വിധി, അങ്ങനത്തെ ഒരു വിധി വരുമ്പോൾ ഇത് നാളെക്കാലത്തായാലും ഇന്ത്യ മഹാരാജ്യത്ത് കടന്നു കയറി ഇത്തരത്തിലൊരു ഈ അക്രമം നടത്തുന്നവൻ അവൻ എവിടെ ഇരുന്നാലും അവനെ ഇവിടെ കൊണ്ടുവന്ന് വിചാരണ നടത്തി തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ മറ്റേത് ശിക്ഷയാന്ന് വെച്ചാൽ ഇവിടെ വെച്ച് നടപ്പാക്കി പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലരെയും, അല്ലെങ്കിൽ അന്ന് കിട്ടിയവരെയൊക്കെ നമ്മൾ വിചാരണ നടത്തി കൊന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ഗർഭപാത്രം പോലെ സുരക്ഷിതമാണെന്ന് കണ്ട് ഇവിടുന്ന് ഇത് ചെയ്തിട്ട് പല ഭീകരരും പാകിസ്ഥാനിൽ പോയി അവിടെ എവിടെയാണ് പാകിസ്ഥാനിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള പല പ്രദേശങ്ങളിലുമൊക്കെ മാറിയിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഭീകരർക്ക് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് ഒരു കാര്യം മനസ്സിലായി. 2014 ശേഷം ഇന്ത്യയിൽ കടന്നു കയറി അക്രമം നടത്തി ഏതെങ്കിലും സ്ഥലത്ത് പോയി അങ്ങ് ഇരിക്കാമെന്ന് കണ്ടാൽ
ആ സ്ഥലത്ത് അജ്ഞാതൻ ചെന്ന് അവരെ വകവരുത്തി പോകുന്നൊരവസ്ഥയുണ്ട്. ആരാണെന്നറിയത്തില്ല, ഒരു അജ്ഞാതൻ ചെല്ലും. അവർ ചിലപ്പം വിഷത്തിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പം വെടിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പം കുന്തത്തിൻ്റെ രൂപത്തിലായിരിക്കും. ഏത് രീതിയിലായാലും ഈ പറയുന്ന ആൾക്കാർക്ക് എവിടെയും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയുണ്ട്. എവിടെ പോയി ഇവിടെ അക്രമം നടത്തിയിട്ട് ഇവിടുന്ന് പോയി സുരക്ഷിതമായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നിങ്ങളെ അങ്ങ് സംരക്ഷിച്ചോളാം, നിങ്ങൾ പോയി അതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇങ്ങ് വന്നാൽ മതി എന്ന് ആരെങ്കിലും ഏൽപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ച് വിടുന്നവർ പറയുന്നതല്ല യാഥാർത്ഥ്യം, വരുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും എന്നുള്ളതിന് തെളിവാണ് ഈ സ്ഫോടനത്തിന് ശേഷം പാകിസ്ഥാനിലും മറ്റ് ചില രാജ്യങ്ങളിലുമൊക്കെ ഈ കുടിയേറി അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് വാണിരുന്ന പലരും ഇന്ന്, അതായത് ബോംബെ സ്ഫോടന കേസിൽ പങ്കെടുത്ത പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരിപ്പുള്ളവരിൽ അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ എന്നുള്ളത് റാണയാണ്. റാണ ഒരു പക്ഷേ ജീവിച്ചിരിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ തടവറയിൽ അല്ലെങ്കിൽ ജയിലിനുള്ളിൽ ആയതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കുറ്റകൃത്യം ചെയ്താൽ, അത് ബോംബെ സ്ഫോടന കേസിലെ കുറ്റകൃത്യം 2008 അപ്പോൾ ഇത്രയും ആയുസ് ഒരു പക്ഷേ ഇത് ചെയ്തിട്ട് പറയുന്ന പാകിസ്ഥാനിലുമൊക്കെ പോയി ഇരിക്കുന്നവർക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ 2014 ശേഷമാണ് മോദി അധികാരത്തിൽ വന്നത്. 2014 ശേഷമാണ് ഇത്തരത്തിൽ അജ്ഞാതന്മാരുണ്ടാവുന്നത്. 2014 ശേഷമാണ് ഇന്ത്യ ലോകത്തിൻ്റെ നിറയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയത്. ഇന്ത്യക്ക് കൃത്യമായ തീരുമാനമെടുക്കുന്നതിന് വേറെ ഒരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ രാജ്യത്ത് കർഷക സമരത്തിന് പിന്തുണ കൊടുത്തവരും റെഡ് ഫോർട്ടിലെ പതാക മാറ്റിയിട്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ പതാക മാറ്റിയിട്ട് വേറെ ഖാലിസ്ഥാൻ പതാക കെട്ടിയവൻ 1 മാസത്തിനകം അജ്ഞാത വാഹനം ഇടിച്ച് മരിക്കുന്നതും, ഖാലിസ്ഥാനികളെ പ്രൊമോട്ട് ചെയ്ത് സമരത്തിന് വേണ്ടി ഇവിടെ വന്ന നിജാർ അജ്ഞാതൻ മുഖേന മരിച്ചതും, ഇതിനെല്ലാം പ്രമോഷൻ കൊടുത്തുകൊണ്ട് അമേരിക്കയിലിരിക്കുന്ന പന്നു രാത്രിയിൽ കിടന്ന് ഞെട്ടി ഉണരുന്നതും, എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുന്നതും ഒക്കെ ഈ അജ്ഞാതൻ്റെയും അല്ലെങ്കിൽ 2014 ശേഷമുള്ള മോദി സർക്കാരിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഏതായാലും റാണയെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് മോദിയുടെ ഭാഗത്തു നിന്നും ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും അത് ഫലം കണ്ടു. അമേരിക്കൻ സുപ്രീം കോടതി റാണയെ കൈമാറാൻ തീരുമാനിച്ചു. ഏറ്റവും അടുത്ത ദിവസങ്ങൾ റാണ ഇന്ത്യയിൽ വരും. ഇവിടെ ചെയ്തതിന് ഇന്ത്യൻ കോടതിയുടെ മുമ്പിൽ സമാധാനം പറയേണ്ട ഒരവസ്ഥയുണ്ടാവും. അതിനകത്ത് ആ ചെയ്ത തെറ്റുകൾ തെളിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള തൂക്കുമരമോ അല്ലെങ്കിൽ ഇവിടുത്തെ തടവറയിൽ വളരെ കാലം കിടക്കേണ്ടതായിട്ടൊക്കെയുള്ള ഒരവസ്ഥയുണ്ടാവും. ഏതായാലും ആ ഭീകരൻ സാറ് പറഞ്ഞതുപോലെ കടന്നു കയറിയതെല്ലാം നമ്മൾ കൊണ്ടുവരുന്നതാണ്.